ഉണ്ടാക്കാൻ പോണ നാടൻ ചിക്കൻ കറിയാണ്. പക്ഷെ ഈ ചിക്കൻ കറിയിൽ കുറേ പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു കറി വെച്ച് നോക്കണേ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1.5 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോണ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ്. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. 2 സവോള എടുത്ത് നീളനെ മുറിച്ചതാണ്, അത് ചേർക്കാം. 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1/4 കിലോ ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ചത്, കുറച്ച് നാളികേരക്കൊത്ത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയിട്ട. സവാളയൊക്കെ നല്ലോണം ബ്രൗൺ കളറായിട്ട്, സവാളയും ചെറിയ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി തുടങ്ങി. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയി. അതുപോലെ സവാളയും ചെറിയ ഉള്ളിയും ഇതുപോലെ ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ, നല്ല ബ്രൗൺ ആവണം. 1 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കറിക്കുള്ള ഉപ്പ് ഇപ്പം തന്നെ നമുക്ക് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അടച്ച് വെച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് തുറക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. എല്ലാം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്ക് പൊടികളുടെ പച്ചമണം പോണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. തുറക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായി 1.5 കിലോ ചിക്കനാണെന്ന്. ചിക്കൻ ഒന്ന് മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാലയിൽ നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കനിന് എന്തോരം വെള്ളം ഇറങ്ങുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്താൽ മതി. ചിക്കൻ വേവുമ്പോഴേക്ക് നമുക്കൊരു മസാല റെഡിയാക്കണം. 1/2 ടീസ്പൂൺ പെരുംജീരകം, 4 ഗ്രാമ്പ്, സ്റ്റാറിൻ്റെ പകുതി, 1/2 ടീസ്പൂൺ കസ്കസ, 4 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ കുരുമുളക്, 10 കാഷ്യൂ. ഇതെല്ലാം കൂടി നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടാണ്. ഫസ്റ്റ് എല്ലാം കൂടി ഒന്ന് പൊടിക്കുക, പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വെന്തതിൻ്റെ ശേഷം ഒന്ന് വേവാൻ തുടങ്ങിയതിൻ്റെ ശേഷം വേണം നമുക്ക് ഈ മസാല ചേർക്കാനായിട്ട്. ഇല്ല കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും ചിക്കനിന് ഇറങ്ങിയിട്ടില്ല. ചിക്കൻ വേവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർക്കണത്. നിങ്ങൾക്ക് ചാറ് എന്തോരം വേണോ അതനുസരിച്ച് വെള്ളം ചേർത്തോളൂ. ഒന്ന് മിക്സ് ചെയ്യാം. അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ വേവാൻ തുടങ്ങിയിട്ടുണ്ടാവും, നോക്കാം. വേവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കണം മസാല ചേർക്കാം. ജാറ് കഴുകിയ വെള്ളം ആഡ് ചെയ്യാം. ഈ മസാല ചേർക്കുമ്പോൾ ഒന്ന് കുറുകും നമുക്ക് കാഷ്യൂ ചേർത്ത കാരണം. ചിക്കൻ ഈ ഫുള്ളാ വെന്ത് കിട്ടുമ്പോഴേക്കും മസാലയുടെ പച്ചമണം പോയിക്കോളും. നാടൻ ചിക്കൻ കറിക്ക് എപ്പോഴും നമ്മൾ ഇതുപോലെ മസാല ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തുണ്ടാവും, അതുപോലെ മസാലയുടെ പച്ചമണം പോയിണ്ടാവും. നമുക്ക് തുറക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ മസാല ചേർക്കുമ്പോൾ കുറച്ച് ചാറ് പോലെ ഉണ്ടായി. ഇപ്പം ചാറൊക്കെ കണ്ടില്ലേ, നല്ലോണം കുറുകി നല്ല തിക്കായിട്ട് മസാലയുടെ മണമൊക്കെ വന്ന് അടിപൊളിയായിട്ട് കേട്ടോ. ചിക്കനും നല്ലോണം വെന്തിട്ടും ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിക്കോളൂ. അതുപോലെ നാടൻ ചിക്കൻ ആകുമ്പോൾ എരിവ് കുറച്ച് മുമ്പിൽ നിൽക്കണം. അത് തന്നെയാണ് ഞാൻ മുളക് പൊടിയൊക്കെ കൂടുതൽ ഇട്ടേക്കണേ. നിങ്ങൾക്ക് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറവാക്കിക്കോളൂ കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം ചൂടായിട്ട് ഫ്ലെയിം ഓഫാക്കാം. ഉരുളിയുടെ ചൂടിനാണ് കേട്ടോ അത് തിളയ്ക്കണത്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഞാൻ ചേർക്കണില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തോളൂ. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. ഇത് അടച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കാം. അടച്ച് വെച്ച് 5 മിനിറ്റ് ആയിട്ടാണ് നമുക്ക് തുറക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.